നോമ്പിൻ്റെ ക്ഷീണം മാറ്റാൻ ഈ ഒരു പൊടി മാത്രം മതി കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ഇതുണ്ടാക്കിയെടുക്കാനായിട്ടേ അടി കട്ടിയുള്ളൊരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൂവപ്പൊടി ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുക്കുക. 1 കപ്പ് പൈനാപ്പിൾ കട്ട് ചെയ്തതും കുറച്ച് മുന്തിരി കട്ട് ചെയ്തതും പിന്നെ ആപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു നേന്ത്രപ്പഴം കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി അതും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഫ്രൂട്ട്സ് എന്തൊക്കെയാ വെച്ചെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു വത്തക്കൻ്റെ പീസും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കൂവപ്പൊടി നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്തെടുത്ത ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ചിയ സീഡ്സും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.